നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആദ്യമായി ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ലോക്സഭാ സീറ്റ് നേടിയിരിക്കുന്നു ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും. എന്നാൽ സുരേഷ് ഗോപിക്ക് രാജ്യസഭാ അംഗത്വം നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദവി കൂടി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ കേരളത്തിൽ നിന്നും മറ്റൊരു രാജ്യസഭാ MP കൂടി ഉണ്ടാകുന്നു എന്നുള്ള സൂചന ലഭിക്കുകയാണ്. ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും 2 പേരെയാണ് രാജ്യസഭാ അംഗമായി എത്തിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നുകിൽ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, അതല്ലെങ്കിൽ കോട്ടയത്ത് നിന്നും മത്സരിച്ച BDJS നേതാവായ തുഷാർ വെള്ളാപ്പള്ളി. ഇരുവരിൽ ആരെങ്കിലും ഉടൻ തന്നെ രാജ്യസഭാ MP ആയി മാറുമെന്നുള്ള സൂചനയാണ് കിട്ടുന്നത്. 2 ടേമായി അധ്യക്ഷ പദവിയിൽ തുടരുന്ന സുരേന്ദ്രനെ BJP സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റണമെന്ന ഒരാവശ്യം തന്നെയാണ് ഇതിലൂടെ ഉയർന്നിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തുന്നു. അതുകൊണ്ട് മാന്യമായൊരു പദവി അദ്ദേഹം അർഹിക്കുന്നുണ്ട്, അത് നൽകണം. എന്നാൽ ഇങ്ങനെ ഒരു രാജ്യസഭാ ഓഫറിനോട് അനുകൂലമായ തീരുമാനം എടുക്കുമോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ്. എന്നാൽ മറുഭാഗത്ത് ഓഫർ ഇങ്ങനെ കിട്ടിയാൽ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളിയും വ്യക്തമാക്കുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി പദവിയും സുരേന്ദ്രനോ തുഷാറിനോ ഇങ്ങനെ രാജ്യസഭാ അംഗത്വവും നൽകുന്നതിലൂടെ പ്രധാനപ്പെട്ട 2 സമുദായങ്ങളെ ഒപ്പം നിർത്താനായി തങ്ങൾക്ക് കഴിയുമെന്ന കണക്കുകൂട്ടൽ ഒരു ഭാഗത്ത് BJPക്കുണ്ട്. അങ്ങനെ ഒരു കൃത്യമായ ഇടപെടൽ തന്നെയാണ് അവിടെ നടത്തുന്നത്. അതുകൂടാതെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അനുകൂലമായതും സാമുദായിക വോട്ടുകൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളും പരമാവധി സ്വരൂപിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇനി രാജസ്ഥാനിലടക്കം രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വൈകാതെ തന്നെ ഉണ്ടാകും. KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും MP ആയി മത്സരിച്ച് കയറി വന്നതിന് പിന്നാലെയാണ് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് BJPക്ക് ലഭിക്കാനായി പോകുന്നത്. 3ാം മോദി സർക്കാരിലെ ഘടകകക്ഷികൾക്ക് വലിയ തോതിൽ അപ്രമാദിത്വം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളിയെ എന്തിന് അങ്ങോട്ടേക്ക് എത്തിക്കണം എന്നുള്ള ചോദ്യം ഒരുപക്ഷെ ഉയർത്തുന്നത്. മറുഭാഗത്ത് തുഷാറിന് പദവി നൽകിയാൽ ഇപ്പോൾ BJPയിലേക്ക് ലയിച്ച PC ജോർജ് ശക്തമായി തന്നെ ഇതിനെ വിമർശിക്കാനൊരു സാധ്യതയും ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒപ്പം സംഘടനാ തലത്തിലേക്ക് V. മുരളീധരനെ എത്തിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നു. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലായിരിക്കുമോ അതോ ദേശീയ തലത്തിലേക്കായിരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആലപ്പുഴയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രൻ 3 ലക്ഷത്തിനടുത്ത വോട്ടുകൾ സമാഹരിച്ചു. അതുകൊണ്ട് തന്നെ പ്രധാന പദവി ശോഭയ്ക്ക് നൽകണമെന്ന ആവശ്യമുയരുന്നു. അത് ഉറപ്പായും നൽകുമെന്ന കാര്യത്തിലും സംശയമൊന്നും തന്നെയില്ല. പ്രധാനമായും ദേശീയ നേതൃത്വം നോക്കിക്കാണുന്ന 4 പേരുണ്ട്. അതിൽ ഒന്ന് അനിൽ ആന്റണി, രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ V. മുരളീധരൻ. ഇവരൊക്കെ കൃത്യമായ പ്രകടനം അവിടെ കാഴ്ചവെച്ചു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ദേശീയ നേതൃത്വത്തിനുള്ളത്. അതനുസരിച്ചുള്ള കൃത്യമായ പദവി വിഭജനം അത് ഉറപ്പായും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.